നടന്ന് വന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടിയൊക്കെ വലിയ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയാണെന്നും അല്ല, ഉള്ളിയോ വെളുത്തുള്ളിയാണ്, മണപ്പിച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ കീറി ഇങ്ങനെ വെച്ചിരിക്കുക. അച്ചാറിനായിരിക്കും. ഇത് ഏതൊരു കിഴങ്ങും ക്യാരറ്റും അതും ഇങ്ങനെ കീറി വെച്ചിരിക്കുകയാണ് അച്ചാറിന് വേണ്ടിയിട്ട്. ഒരു പുങ്ക ടങ്ക എന്ന് പറയുന്ന സ്ഥലം. ബാഗ് ഇതാ ഇറക്കി ഇവിടെ വെച്ചു. എൻ്റെ ആ കൂടെയുള്ള സ്വർണം പോലെ വിലയുള്ള സാധനമാണ് പവർ ബാങ്ക്, സോളാർ. അതുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. നാംചയിൽ കറണ്ടില്ല, കുറേ ദിവസമായിട്ടില്ല. അതുള്ളത് കൊണ്ട് ചാർജ് ചെയ്ത് രക്ഷപ്പെട്ടു. ഇങ്ങേരുതാ ചൂട് വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഇവർ അവിടെ നിന്ന് തന്നെ, അവിടെ സിംഗപ്പൂരിൽ നിന്ന് തന്നെ ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ. ഈ ചേട്ടാ ഇതാ പല്ല് കഴിച്ചിട്ട് പോണതേ ഉള്ളൂ, 1 മണി ആയി. അപ്പോൾ ചെറിയൊരു കട, ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ഹോട്ടല്. നേരെ നമ്മളെ നദി ഒഴുകുകയാണ് താഴെ. ദൂതുകോഷി നദി താഴെ കൂടെ പോവുകയാണ്. ഇവിടെ എന്തൊക്കെ ഒരു തടി, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഫേവറേറ്റ് ബീറാണിത്, എല്ലായിടത്തും ഉണ്ട്. ഇവരിന്ന് അടുക്കളയിൽ ഇരിക്കുകയാണ്. ഇതാണ് അവരെ ചെറിയൊരു അടുക്കള. അപ്പോൾ എന്തോ ഒരു സാധനം, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് ഡാൽ ബാത്തിലിട്ടതാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ ഇവിടുന്ന് ഡാൽ ബാത്താണ് കഴിക്കാൻ നോക്കിയത്. ഒരു അടുക്കളയിൽ ഇതെന്തോ ഒരു ഇല, ഇത് മിക്ക സ്ഥലങ്ങളിലും കാണാം. തക്കാളി ഇവിടുത്തെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് വീഡിയോ എടുക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വടി മറന്നുപോയി, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, വടി മറന്നുപോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ആ സമയം കൊണ്ട് വെയിലത്ത് പവർ ബാങ്ക് വെച്ച് ഗോപ്രോ ചാർജ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഇവിടെ നമുക്ക് വീണ്ടും പാസ് കാണിക്കാനുണ്ട്. ഇങ്ങനെ പോകാനുണ്ട്. അവിടെയാണ് പാസ് കാണിക്കേണ്ടത്. ഫുഡ് കഴിച്ചപ്പോൾ ഒരു ക്ഷീണം നടക്കാൻ. അങ്ങനെ നടക്കാം.
കണ്ടോ വെള്ളം അതിൽ വീഴുന്നിട്ട് ചക്രം വെച്ചിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാമ്പൂച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇവിടെ എൻട്രി ചെയ്യണം. ഫോട്ടോഗ്രാഫി പാടില്ലെന്നാണ്. ഇങ്ങനെ മുകളിലോട്ട് നടക്കുകയാണ്. അവിടെയാണ് ചെക്ക് പോസ്റ്റ്. ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരു തടി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. മുള്ളുവേലിയൊക്കെ എല്ലാ മിലിറ്ററി ക്യാമ്പിലും ഉള്ള പോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ മിക്ക മിലിറ്ററി ക്യാമ്പ് ഇവിടെ കണ്ടാലും തോക്കൊക്കെ ആയിട്ട് നിൽക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കഴിച്ച കടയിൽ നിന്ന് ഇങ്ങനെ കൂടെ നടന്നു വരിക. അപ്പോൾ താഴോട്ട് പോകണം. അവിടെ ഒന്നും കഴിക്കാനില്ല. ഇതിനൊക്കെ എങ്ങനെ തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞു ഇവിടെ. വാ വാ. ഭക്ഷണം കൂടിപ്പോയോ എന്നൊരു സംശയം. ഓടിയോ ഓടിയോ. ഇതാണ് അങ്ങോട്ട് വരാൻ വയ്യല്ലോ. മുകളിലൊക്കെ മഴ മേഘം പോലെ ഉണ്ട്. എന്നാൽ ഇന്നും ഐസായിരിക്കും. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രയാണ് ക്ലൈമറ്റ് എന്നോ ഒന്നും നോക്കാൻ പറ്റില്ല. എന്താ കൂടെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പല്ലുണ്ട. നല്ല പല്ല്. ഡെയിലി പല്ല് കഴിച്ച് വെച്ചതുപോലെ ഉണ്ട്. അപ്പോൾ എന്തിനാ ഇങ്ങനെ നോക്കുകയാണ്. വല്ല എലിയോ കോഴിയോ കാട്ടുകോഴിയോ പിടിച്ച് തിന്നാൻ വേണ്ടി. ഈ പടിക്കെട്ട് ഇവിടെ കയറുമ്പം തീരുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായ മുകളിലോട്ട് കിടക്കുകയാണ്. ആ പട്ടി എന്നെയും കാത്ത് അവിടെ നിൽക്കുക. നടന്നു വരുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട്
അവന് 2 കാലും, എനിക്ക് 2 കാലും, അവന് 4 കാലും. അവൻ അങ്ങനെ കൂളായിട്ട് മുകളിലോട്ട് കയറി പോകണം. അവൻ കയറി പോട്ടെ. വല്ലച്ചാതെ കുറേ കയറി വന്നു. നാംചയിലോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന കയറ്റം പോലെയാണ് മുകളിലോട്ട്. ഇങ്ങനെ മുകളിലോട്ട് പോകാനുണ്ട്. ഇനി വഴി ഒന്നും തീർന്നില്ല. ഏകദേശം 10 മിനിറ്റ് നടന്നു, ഒന്നും തീർന്നില്ല. അവിടെയൊക്കെ പാമ്പ് വളഞ്ഞ് കിടക്ക പോലെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് നിരപ്പായി. അങ്ങനെ താഴേന്ന് ഇനി ഇതാ മുകളിലോട്ട്, അങ്ങ് മുകളിലോട്ടല്ല, ആ വഴി മുകളിലോട്ട് പോകണം. അയ്യോ കഴിഞ്ഞില്ല, ഇനിയും നടന്ന് മുകളിൽ കയറാണ്ട്. കാലൊക്കെ കിടുകിടാൻ വരുന്നുണ്ട്. ഇങ്ങനെ നടന്ന് മുകളിലോട്ട് പോകണം. ഈ വഴി അങ്ങ് മുകളിൽ പോകണം. ഇവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല. കാലൊക്കെ നല്ല കിടുകിടാവുന്നു. അയ്യോ ബാക്കിലൊക്കെ എല്ലാം കോട നിറഞ്ഞിപ്പോൾ. അങ്ങോട്ടെല്ലാം കോട നിറഞ്ഞ് ഇങ്ങനെ മുകളിൽ പോകണം. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണിത്. എല്ലാം മുട്ടിട്ട് നിൽക്കുകയാണ്. മാർച്ചിൽ എല്ലാം വിരിയ. റോഡോറണ്ടർ എന്ന് പറയുന്നൊരു മരമാണ്. ഇതെവിടെയൊക്കെ കാണാം. വഴി ഇങ്ങനെ പോണം. ഈ മല ഇപ്പോഴൊന്നും തീരണ കോളില്ല. അങ്ങ് മുകളിലോട്ട് കിടക്കുകയാണ്. ആ ഡാൽ ഭാഗത്ത് കഴിച്ചത് നന്നായി. അത് കുറേ കൂടിയും പോയി കഴിച്ചത്. ഇങ്ങനെ മുകളിലോട്ട് അങ്ങ് കയറണ ഒറ്റിയാ അവൻ ഇന്ന് വന്നിങ്ങനെ എന്തിനാണെന്നറിയാൻ പാടില്ല. മിക്കവാറും എവറസ്റ്റ് വരെ വരുമായിരിക്കും. നീ തിരിച്ച് വീട്ടിൽ പോകണില്ലേ? നീ തിരിച്ച് വീട്ടിൽ പോകണില്ലേ? ബാ മുകളിലോട്ട് പോകാം. ബാ എവിടെ? ആ ഇതാ കൂടെ ഉണ്ട്. അയ്യോ ഇങ്ങനെ കിടക്കുക. കുറേ സമയം കൊണ്ട് കയറണം. ഏകദേശം ഒരു 1.5-2 മണിക്കൂറാവും. ഇതങ്ങോട്ട് തീരണില്ല. ഇങ്ങനെ
കിടക്കുകയാണ്. ശ്വാസവും കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ താമസിക്കുന്ന 3860-70 മീറ്റർ മുകളിലാണ്. കാലൊന്നും ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. അങ്ങ് ഒരാളിനെ കണ്ട് മുകളിലോട്ട് പോണത്. അതാ അവിടെ നിന്ന് മുകളിലോട്ടാണ്. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ പറ്റുമെന്ന്. അല്ല ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ കയറി നടന്നിട്ട് ഇവിടെ എത്തിയില്ല. ശ്വാസം മുട്ട്. തലയിലൊരു തുണിയും കൂടെ എടുത്തിട്ട് വന്ന വഴി അങ്ങ് മഞ്ഞ്, കോടമഞ്ഞ് ഇങ്ങനെ കിടക്കുക. ആ വഴി നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ മരങ്ങളും കോടയും. നല്ല തണുപ്പ്. ഈ കോട മഞ്ഞിൻ്റെ തണുപ്പ്. താഴോട്ടൊക്കെ ഈ കുഴിയാണ്. നേരത്തെ ക്യാമറ തണുപ്പടിച്ചിട്ട് ഓഫായിപ്പോയി. അതിനൊരു വെട്ടലും വിറയലും ഒക്കെ വന്ന് ഒരാൾ ലോഡുമായിട്ട് നടക്കണം. അതാ അമ്മേ. ഒരേ തേര് കയറി വരുമ്പോൾ വിചാരിക്കും ആ വളവ് കഴിഞ്ഞാൽ തേര് കാണൂലെന്ന്. ഇതാ അടുത്ത് വീണ്ടും തേരിയേറ്റ് ഇടമുണ്ട്. ഇടയ്ക്ക് കോടയായിരുന്നു തണുപ്പ്. ഇതൊരു ഇറക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല. അമ്മ കഴിഞ്ഞില്ല. ഇന്ന് അങ്ങ് എത്താൻ പറ്റുമെന്ന്, പാമ്പുച്ചയിൽ എത്താൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ എല്ലാം കോട, ആരുമില്ല. നന്നായിട്ട് തളർന്നു പോണം. വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ വഴി. മുള്ളില്ലെന്നേ ഉള്ളൂ. അയ്യോ
അതാ അടുത്തും ഒരു കയറ്റം അങ്ങനെ കിടക്കുക. ഇവിടെ കൊണ്ടൊന്നും തീരുമില്ല. ഇങ്ങനെ കുറച്ചുകൂടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു പാറയിൽ എഴുത്തും ഇങ്ങനെ ഒരു വല്ലാത്ത നിപ്പിലൊരു മരവും കാണാം. വന്ന ദിവസങ്ങളെല്ലാം ഓരോ ദിവസം ഓരോ കഷ്ടപ്പാടാണ്. ഒരു ദിവസം വിചാരിക്കും അടുത്ത ദിവസം നല്ല വഴിയായിരിക്കും. അങ്ങനെയല്ല, എല്ലാ ദിവസവും കഷ്ടപ്പാടായിരിക്കണം. അയ്യോ അയ്യോ, വീണ്ടും മുകളിലോട്ട്. കുറേ കയറി വന്നപ്പോൾ ഒരു സ്ഥിര കവാട. ഇത് കടന്നായിരിക്കും ചിലപ്പോൾ പാംചെ ഗ്രാമത്തിൽ ചെല്ലേണ്ടത്. ഇവിടെ എല്ലാം ബുദ്ധൻ്റെ പല രൂപത്തിലുള്ള ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗോപുരമൊക്കെ കാണുന്നുണ്ട്. ഇവിടത്തേക്കുള്ള വെള്ളമോ മണ്ണെണ്ണയോ ഒക്കെ കൊണ്ടുപോകണതായിരിക്കും ഇത്. അയ്യോ, നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പാമ്പൂച്ച നാമിച്ച് ഇവിടെ ഒരു വലിയ മൊണാസ്ട്രിയാണ്. ഇവിടെ മൊത്തം മഞ്ഞ്, ഒന്നും കണ്ടുവിടാ. ഇവിടെ ഒരു വലിയ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നാ തൻപൂച്ച. ഇത് തൻപൂച്ച മൊണാസ്ട്രിയാണ്. ഇത് ഇത്തിരി കറക്കാൻ ഇച്ചിരി പാടുണ്ട്. ഓ, ഇവിടെ കിടന്ന് കുറച്ചിട്ട് വരെയാണ്. 5 മണി 5 ക്ലോസ് ചെയ്തു. നമുക്കിങ്ങനെയാണ് പോവേണ്ടത്. സമയം 5 മണിയായി. എവിടെ എത്തുമെന്നൊന്നും അറിഞ്ഞൂടാ. നല്ല കോട, ബാക്കിലൊന്നും ആരുമില്ല. ഒരു കുതിര കൊണ്ടുപോകണം. രണ്ടുപേരും ഫ്രണ്ടിൽ നിന്ന് പോകണം. സൗണ്ട് കേൾക്കാം. ഇറക്കമാണ്. നോക്കട്ടെ.
ഫുള്ള് കോട. ബാഗെല്ലാം നനഞ്ഞ് ഈ മഴത്തുള്ളി പോലെ വീഴുന്നിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോവാം. ബാഗിൻ്റെ കവറൊന്നും എടുത്തിടാൻ പറ്റിയില്ല. ചെറിയ ബാഗിന് കവറില്ല. അയ്യോ, ഇന്നത്തെ കാര്യം എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. ബോർഡൊന്നുമില്ല. അയ്യോ, ഇരുട്ടായി. ബാക്കിലോട്ടൊന്നും ആരുമില്ല. നേരത്തെ ഒരു കുതിര പാടിങ്ങനെ അറിയാം. അത് വെച്ച് പോവേണ്. കണ്ടോ, കുതിര ചവിട്ടിപ്പോയ പാടിങ്ങനെ അറിയാം. അവരും പാമ്പൗച്ചിയിലോട്ടാണ് പോയത്. വഴിയിൽ 1-2 ഹോട്ടലൊക്കെ കണ്ട്, പക്ഷേ അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അയ്യോ, മഞ്ഞ വീഴ്ചയില്ല, നല്ല തണുപ്പ്. ഇവിടെ ഒരു മൊണാസ്ട്രിയൊക്കെ കാണാം. ഇങ്ങനെ പോവാം. അങ്ങനെ നടന്ന് ആളും അഞ്ചാലും ഇല്ലാത്തൊരു സ്ഥലത്തായി. താഴെ ഇങ്ങനെ ഒരു കൊക്കയാണ്. ഇവിടെ എല്ലാം ഇടിഞ്ഞ് വയ്യ സ്ഥലമാണ്. ഇവിടെയൊക്കെ പകൽ വരേണ്ടതാണ്. നല്ല രസം. ഒരു മരത്തിൻ്റെ നടുക്കൂടെ ഒരു ഓട്ടയും ഒക്കെ ആയിട്ട്. മഞ്ഞ് തുള്ളി വീഴുന്നുണ്ട്. അയ്യോ, അവിടെ കളിച്ച് നിന്നതാണ് പറ്റിയത്. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഇവിടെ ഒരു 4:30 ആയപ്പോൾ മഞ്ഞ് തുടങ്ങി. 4 മണിയായപ്പോൾ മഞ്ഞ് തുടങ്ങിയതാണ്. എല്ലായിടത്തും 5 മണിക്ക് മുമ്പ് നടന്നെത്തണമെന്ന്. പക്ഷെ ഇന്നത്തെ നടത്തം ഇച്ചിരി പാടായിരുന്നു. ഇത്തിരിയല്ല, നല്ല പാടായിരുന്നു. സ്പീഡിൽ നടക്കാൻ പറ്റില്ല. ഉടനെ ശ്വാസം മുട്ട. അയ്യോ, ഒരു വീടെങ്കിലും തുറന്നിരുന്നെങ്കിൽ തങ്ങായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇതാ ഒരു തൂക്കുപാലം എത്തിയിട്ടുണ്ട്. ഈ തൂക്കുപാലം ഇനി പോകണം. ഇതാണ് തൂക്കുപാലം. മൊത്തം കോടയാണ്, ഒന്നും കണ്ടുവിടാം. ഭയങ്കര സൗണ്ട്. വെള്ളം വീഴുന്ന മഞ്ഞായിട്ട് ചരക്കായിരിക്കും പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ചരക്കണുണ്ട്. പാലത്തിൽ ചരക്കണുണ്ട്. അപ്പുറത്തെ ഏകദേശം അരമണിക്കൂർ എടുക്കും. ഇവിടെ നന്നായിട്ട് വിഴുക്കൽ. അങ്ങോട്ട് പോകുന്നതോറും കൂടും. തണുപ്പടിച്ചിട്ടേ ഐസായിട്ട് കിടക്കുന്നത്.
പാലത്തിൻ്റെ പകുതി ആയതേ ഉള്ളൂ. സമയം രാത്രിയാവണം. ഐസായതുകൊണ്ട് നടക്കാനും പറ്റണില്ല. ഇനി അങ്ങോട്ട് മുകളിലോട്ട് കയറാനാണ് പാട്. ഏതാ നിരപ്പായി. അയ്യോ, ഭയങ്കര പാട്. ആരുമില്ല. അവിടെയൊക്കെ ഐസ് കട്ട പിടിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ. അവിടെയൊക്കെ എന്തോ ഒരു പാലം എന്തോ തകർന്നതിൻ്റെ പാട്, ടവർ എന്തോ തന്നെ. ഇനി അങ്ങോട്ട് പോവാം. പക്ഷേ അവസാനം നടന്ന് ഈ ലൈറ്റ് കാണുന്ന സ്ഥലത്തെത്തി. ഇരുട്ടായിപ്പോയി. വളരെ പേടിച്ചാണ് വന്നത്. ഒരു സൈഡിൽ വലിയ കുഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും അതെങ്കിലും ഹോട്ടലിൽ ലോഡ്ജിലെടുത്തിട്ട് സംസാരിക്കാം. അങ്ങനെ നല്ല ചാതിയും ഒരു റൂം കണ്ടുപിടിച്ച് കയറി. നല്ല ഇരുട്ടായിപ്പോയി വന്നപ്പോൾ. അപ്പോൾ ഹോട്ടലിൽ അതിനെക്കാട്ടിയും 40 ചാർജ് തീർന്നു പോയി. അപ്പോൾ